ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി ഫാക്ടർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ്. കൊടുങ്കാട്ടിലൂടെ ഒരു യാത്ര പോയിട്ട് വന്നാലോ? പത്തനംതിട്ട ജില്ലയിലെ കൊക്കാത്തോട് എന്ന ഗ്രാമത്തിലേക്ക് ഒരു യാത്ര. മലയോര ജില്ലയായ പത്തനംതിട്ടയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ചെറു ഗ്രാമമാണ് കൊക്കാത്തോട്. നഗരത്തിലെ ബിസി ലൈഫിൽ നിന്നും ഒഴിഞ്ഞുമാറി പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. പത്തനംതിട്ട ജില്ലയുടെ ഭംഗി നുകരാൻ ഇറങ്ങിത്തിരിക്കുന്നവർ കണ്ടിരിക്കേണ്ട ഒരു പ്രദേശമാണ് കൊക്കാത്തോട്. പാറക്കെട്ടുകളാലും വെള്ളച്ചാട്ടങ്ങളാലും സമ്പൽ സമൃദ്ധമാണിവിടം. പാറക്കെട്ടുകളിൽ ആനയുടെ ആകൃതിയിലുള്ള ഒരു പാറ യാത്രക്കാരിൽ കൗതുകമുണർത്തുന്ന ഒന്നാണ്. പഴമയുടെ ഐതിഹ്യങ്ങൾ വിളിച്ചോതുന്ന ധാരാളം ക്ഷേത്രങ്ങളും ഈ പ്രദേശത്ത് കാണാൻ സാധിക്കും. പത്തനംതിട്ട കോന്നി റൂട്ടിൽ എലിയറക്കൽ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത റോഡിലെ യാത്ര വളരെ സുഖകരമാണ്. വഴിയിൽ നിറയെ സൈൻ ബോർഡുകൾ കാണാം. വഴി തെറ്റാതിരിക്കാൻ ഇവ നമ്മെ സഹായിക്കും. പോകുന്ന വഴിയിൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കാണാം. ഇവിടെ നമ്മുടെ യാത്രാ വിവരങ്ങൾ കൊടുത്ത ശേഷം കാടിനുള്ളിലേക്ക് പ്രവേശിക്കാം. വന്യമൃഗശല്യം ഉള്ളതിനാൽ വാഹനങ്ങൾ നിർത്തി കഴിവതും ഫോട്ടോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ കാണുന്നത് വനത്തിന് നടുവിലെ ഒരു ശിവക്ഷേത്രമാണ്. ഇതിനോട് ചേർന്നാണ് 18 മലകളുടെയും അധിപനായ ശ്രീ കല്ലേലി ഊരാളി അപ്പുപ്പൻ കാവ് സ്ഥിതി ചെയ്യുന്നത്. നിത്യ പൊങ്കാലയുള്ള ഈ കാവിൽ വിശേഷ ദിവസങ്ങളിൽ ആനയൂട്ട്, വാനരയൂട്ട്, മീനൂട്ട് എന്നിവ നടത്തിവരുന്നു. യാത്ര തുടരവേ ഇരുവശങ്ങളിലായി ധാരാളം മരങ്ങൾ വെട്ടിയിട്ടിരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ കല്ലേലി തോട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ കെട്ടിടങ്ങൾ കാണാം. അവ ഫോറസ്റ്റ് ഓഫീസുകളാണ്. ഇതുവരെ വന്യമൃഗങ്ങളെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു വാനരൻ എൻ്റെ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊക്കാത്തോട്ടിൻ്റെ കവാടമായ കല്ലേലി പാലത്തിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെയും സൈൻ ബോർഡുകൾ നമുക്ക് വഴി കാട്ടും. ഈ നേരെ കാണുന്ന വഴി അച്ഛൻ കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ളതാണ്. പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ കളകളാരവം ഒഴുകിയൊഴുകുന്ന അച്ഛൻ കോവിലാറിന്റെ ഭംഗി അവർണ്ണനീയമാണ്. മുൻകാലങ്ങളിൽ വാഹനങ്ങൾ ആറ്റിലൂടെയാണ് പൊക്കൊണ്ടിരുന്നത്. പ്രകൃതിയുടെ വശ്യമനോഹാരിത ആസ്വദിച്ചുകൊണ്ടുള്ള ഈ യാത്ര എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം.